ഹലോ എവരിബഡി, രാജം പ്ലാൻസിൻ്റെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രേഖ. ഈ കാണുന്ന പ്ലാന്റിലെ വിദൂരിയുടെ ഈ പ്ലാന്റാണ് ഈ വീഡിയോയിലെ ഫ്രീ പ്ലാന്റ്. ഈ ഫ്രീ പ്ലാന്റ് ആർക്കാണ് കിട്ടുന്നതെന്നുള്ളത് ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. ഈ കാണുന്ന ബട്ടർഫ്ലൈയുടെ സീഡ്ലിങ്സിന് 90 റുപ്പീസാണ്. അടുത്തത് ഈ കാണുന്ന അഗ്ലോണിമയുടെ സീഡ്ലിംഗ് ആണ്. ഇതിന് 80 രൂപയാണ്, 80 റുപ്പീസാണ്. ഈ കാണുന്ന റെഡ് എമറാൾഡിൻ്റെതിന് 100 റുപ്പീസാണ്. ഇതൊക്കെ നേരത്തെ ഞാൻ സെയിലിൽ വാങ്ങിയവയിൽ നിന്ന് ഉള്ളവയാണ്. അടുത്തത് ഈ കാണുന്ന ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഫ്ലവർ കട്ട് ചെയ്തിട്ട് അടുത്ത സ്പൈക്ക് വരുന്നതും വരാറായവയുമായ പ്ലാന്റ്സുകളാണ്. ഇതിന് പ്രൈസ് വരിക 150 റുപ്പീസാണ്. സീഡ്ലിങ്സ് അല്ല, ഒരിക്കൽ ഫ്ലവർ ആയതാണ്, പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റിയ ഈ സീഡ്ലിങ്സിന് 150 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തത് ഈ ഫിലോഡെൻഡ്രോണിൻ്റെ കോംബോയാണ്. 4 ഫിലോഡെൻഡ്രോൺ ഉൾപ്പെട്ട ഇതിന് 380 റുപ്പീസ്, 380 രൂപയാണ് പ്രൈസ് വരിക. ബില്ലറ്റയുണ്ട്, വേറൊരു ഫിലോഡെൻഡ്രോൺ ഉണ്ട്, അങ്ങനെ 4 കൂടെ 380 റുപ്പീസ്. അടുത്തത് സ്വേർഡ് എഡ്ജ് എന്ന ഈ ഫിലോഡെൻഡ്രോൺ ആണ്. 150 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. സ്റ്റെമ്മൊക്കെ കൊടുക്കാൻ പറ്റിയവയാണ്. അടുത്തത് ഈ ഫിലോഡെൻഡ്രോണിൻ്റെ കോംബോയാണ്. അടുത്തത് ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ കോംബോയാണ്. അതിലൊരു റബ്ബർ പ്ലാന്റ് ഉണ്ട്, ഒരു ഫിലോഡെൻഡ്രോൺ അല്ല, അങ്ങനെ 3 ഫിലോഡെൻഡ്രോൺ, അങ്ങനെ 5 പ്ലാന്റിനും കൂടെ 400 റുപ്പീസാണ്. ഗോൾഡൻ മെൽനോണി ഉണ്ട്, പിന്നെ വേറൊരു ഫിലോഡെൻഡ്രോൺ ഉണ്ട്, പിന്നെ ഈ നീണ്ട ഇല കാണുന്നത് ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. അടുത്തത് ഈ കലാത്തിയാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 60 റുപ്പീസാണ്. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അടുത്തത് ഗോൾഡൻ മെൽനോനിയയുടെ ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരിക 180 റുപ്പീസ്. വലിയ പ്ലാന്റാണ്, വലിയ ഇലകളൊക്കെ ആയ പ്ലാന്റാണ്. 180 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. അടുത്തത് ഈ ഫൈക്കസ് പ്ലാന്റാണ്. ഇതിന് പ്രൈസ് 80 റുപ്പീസ് മാത്രമാണ്. ഇത് നേരത്തെ സെയിലൊക്കെ ചെയ്തിരുന്നവയിൽ നിന്ന് അധികം വന്ന പ്ലാന്റ്സുകളാണ്. അടുത്തത് ബിർക്കിൻ്റെ പ്ലാന്റാണ്. ബിർക്കിൻ്റെ വെരിഗേഷൻ അധികം വരാത്ത ഈ പ്ലാന്റ്സിന് പ്രൈസ് വരുന്നത് 80 റുപ്പീസാണ്. ഇത് കുറേ പ്ലാന്റ്സ് ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ്. അടുത്തത് ഈ കലാത്തിയാണ്. ഈ കലാത്തിക്ക് പ്രൈസ് വരുക 60 റുപ്പീസ് തന്നെയാണ്. ട്രയോസ്റ്റാർ ആണ്. 2 ടൈപ്പിലേതുണ്ട്. അടുത്ത് ഈ കാണുന്നതും മരാന്ത എന്ന ഐഡിയാണ് പറഞ്ഞത്. ഇത് പക്ഷേ മറ്റേതിനേക്കാളും നീളം കൂടിയ ഇലകളും കളറും കൂടുതലുള്ള പ്ലാന്റാണ്. രണ്ടും 2 തരമാണ്. മറ്റേതിൻ്റെ ഇലയുടെ സൈസും ഗ്രീനും കൂടുതലാണ്. ഇതിന് 100 റുപ്പീസാണ് പ്രൈസ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 80 രൂപയാണ്. ഇത് ലാൻഡ്സ്കേപ്പിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ചിലരിതിനെ കൊന്ന എന്നും പറയുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിനായി നല്ല ഭംഗിയായിട്ട് വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ്സാണ്. പേര് ഞാനിപ്പം വീഡിയോ ഇട്ടപ്പോൾ അങ്ങ് മറന്നുപോയി, അതുകൊണ്ട് പേര്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. നാരോ ലീഫ് വരുന്ന ഈ അഗ്ലോണിമ ഷൂട്ട് ഉൾപ്പെടെയാണ്. അതിൽ 1-2 ഷൂട്ടും കൂടെ വന്ന ഈ പോട്ട് അവൈലബിളാണ്, സിംഗിളായിട്ടും അവൈലബിളാണ്. അഗ്ലോണിമ 130 റുപ്പീസാണ് ഫുൾ പോട്ട്, സിംഗിൾ 70 റുപ്പീസ്. അടുത്തത് ഈ യുജീനിയാണ്. യുജീനിയ നോർമൽ 60 റുപ്പീസ്. അടുത്തത് വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് 70 റുപ്പീസ്. ഈ കാണുന്ന കവർ സൈസാണ് പ്ലാന്റ്സ് വരിക. മണ്ണ് മാറ്റിയിട്ടാണ് പ്ലാന്റ്സ് എല്ലാം അയക്കുക. മണ്ണൂടെ വരുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. DTDCയും സ്പീഡ് പോസ്റ്റും ത്രൂ ആണ് പ്ലാന്റ്സ് എല്ലാം അയക്കുക. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. വീഡിയോയുടെ ആദ്യം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ മെസ്സേജ് അയക്കുക. അടുത്തത് ഈ പിച്ചിയാണ്. പിച്ചിയുടെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരിക 70 റുപ്പീസാണ്. പൂവൊക്കെ ആയ പ്ലാന്റാണ്, നല്ല ഹെൽത്തി. അടുത്തത് ഈ പാമാണ്. പോണി ടെയിൽ പാം, കർലി പാം, അങ്ങനെയൊക്കെ പല പേരുള്ള ഈ പാമ്പിൻ്റെ പ്രൈസ് വരുന്നത് 130 രൂപ, 130 റുപ്പീസാണ്. കോഡക്സ് ഒക്കെ നല്ല വീർത്ത് വരുന്ന തരം പാമാണ് ഇത്. അല്ലാതെ ഇതിൻ്റെ കുറച്ച് വലിയ സൈസ് ആയിക്കഴിഞ്ഞാൽ വാങ്ങാൻ നല്ല വിലയുള്ള പാം തന്നെയാണിത്. അടുത്തത് ഒരു അഗ്ലോണിമയാണ്. ബോക്സർ. 130 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. നല്ല വലിയ പ്ലാന്റ് ആയതാണ്. 130 റുപ്പീസാണ് പ്രൈസ് വരിക. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. അടുത്തത് ഈ പ്ലാന്റാണ്. ബാത്തിക്കിൻ്റെ ഈ പ്ലാന്റ് ബുഷി പോട്ടിന് 200 റുപ്പീസും സിംഗിൾ പ്ലാന്റിന് 150 റുപ്പീസുമാണ് പ്രൈസ് വരിക. ഷൂട്ടുള്ള പ്ലാന്റാണ്, വിത്ത് ഷൂട്ടാണ്. 200 റുപ്പീസ് വരിക. അടുത്തത് ഈ കാണുന്നത് കലാത്തിയ ലൂട്ടിയയുടെ ഈ സൈസ് പ്ലാന്റാണ്. 100 റുപ്പീസാണ് പ്രൈസ് വരിക. നേരത്തെ വലിയ പ്ലാന്റുകളാണ് ലൂട്ടിയയുടെ സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ അത് അയക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചെറിയ പ്ലാന്റ് വന്നിട്ടുണ്ട്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഇതിൻ്റെ പേരെന്തോന്ന് അറിയത്തില്ല. 130 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. ലൈറ്റ് റോസ് കളറൊക്കെയുള്ള, ഗ്രീൻ കളർ കൂടുതലുള്ള ഈ അഗ്ലോണിമയ്ക്ക്
130 ഇതിന് പ്രൈസ് വരിക. അടുത്തത് ആറ്റം എന്ന ഫിലോഡെൻഡ്രോൺ ആണ്. ഈ സൈസ് പ്ലാന്റാണ്. 100 റുപ്പീസ് മാത്രമാണ് പ്രൈസ് വരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. വീഡിയോ എൻഡ് വരെ കണ്ടുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് ഗ്രീൻ സാനഡുവിൻ്റെ ഈ പ്ലാന്റാണ്. 90 റുപ്പീസ് മാത്രമാണ് ഇപ്പോൾ പ്രൈസ് ഉള്ളത്. സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസാണ്. ഇതിൽ 3-4 പ്ലാന്റ്സുകൾ ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ്. സിംഗിൾ പ്ലാന്റിന് 90 റുപ്പീസ് മാത്രമാണ് ഗ്രീൻ സാനഡുവിന് പ്രൈസ് വരിക. അടുത്തത് ഗോൾഡൻ സാനഡു ആണ്. ഇതിന് 100 റുപ്പീസാണ് സിംഗിൾ പ്ലാന്റിന്. ഇത് സിംഗിൾ പ്ലാന്റാണ് പ്രൈസ് വരുന്നത്. ഫിലോഡെൻഡ്രോൺ ഇഷ്ടപ്പെടുന്നവരൊക്കെ വാങ്ങി ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഫിലോഡെൻഡ്രോണുകളാണ് ഈ സാനഡും ഗോൾഡനും ഗ്രീനും. അടുത്തത് ഈ ഫിലോഡെൻഡ്രോൺ ആണ്. ഇത് സ്റ്റെമ്മിൻ്റെ ഒക്കെ സപ്പോർട്ട് വെച്ച് പടരാറായ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 250 ആണ്. 250 റുപ്പീസാണ്. നല്ല നീളമായ പ്ലാന്റാണ്. കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റിയ പ്ലാന്റാണ്. ദാരാസിങ്ങിൻ്റെ ഈ പ്ലാന്റാണ്. 200 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. ഡെക്കറേഷനൊക്കെ ഇലകളൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന, ഇത് ചെറിയ പോട്ടിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇലയ്ക്ക് വീതിയൊന്നും വരാത്തത്. അടുത്തത് ഈ ഫേണാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 150 ആണ്. ഇത് ചെറിയ ഒരു സിംഗിൾ ഷൂട്ടാണ്. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് പറഞ്ഞത് 150 റുപ്പീസ്. അടുത്തത് ക്രിപ്റ്റാൻഡസ് ആണ്. ലൈറ്റ് പിങ്ക് കളർ. 90 റുപ്പീസാണ് ഇതിന് പ്രൈസ് ഈ ക്രിപ്റ്റാൻഡസിന്. അടുത്തത് ചോക്കോ ഇംപ്രസിൻ്റെ ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ്. ഇതും കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ സൈസിലായ പ്ലാന്റ് തന്നെയാണ്. ഇലയ്ക്ക് ഷേപ്പുകളൊക്കെ, അതിൻ്റെ ഇലയുടെ ഷേപ്പുകളൊക്കെ ഫോം ആയ പ്ലാന്റാണ്. 250 റുപ്പീസ് മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നത്. അടുത്തത് ഈ ബേർഡ് നെസ്റ്റ് ഫേണാണ്. ബേർഡ് നെസ്റ്റ് ഫേണിനും 190 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ഇത്രയും വലിയ പ്ലാന്റാണ്. ഈ ട്രീ ഫേണിൻ്റെ ജിഫി സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ്. 90 റുപ്പീസാണ് അതിന് പ്രൈസ് വരിക. അത് കുറച്ചുകൂടെ ചെറുതായിരിക്കും. അടുത്തത് ഈ ഡിഫൻ ബച്ചയുടെ ഈ പ്ലാന്റാണ്. 50 റുപ്പീസ് മാത്രമാണ് ഈ പ്ലാന്റിന് പ്രൈസ് വരിക. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നടുക്കൂടെ വെള്ള കളർ ലൈനൊക്കെയുള്ള പ്ലാന്റാണ്. ഇനി അലോക്കേഷ്യയുടെ പ്ലാന്റാണ് ഈ കാണുന്ന ബാമ്പിനു. അലോക്കേഷ്യ ബാമ്പിനോയുടെ ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ് വരിക 200 റുപ്പീസാണ്. അടുത്തത് ഒരു അലോക്കേഷ്യ തന്നെയാണ്. കുറേ പ്ലാന്റ്സ്, വളരെയധികം പ്ലാന്റ്സ് പറയുമ്പോൾ ചിലതിൻ്റെയൊക്കെ പേരങ്ങ് മറന്നു പോകും. അതുകൊണ്ടാണ്. ഇതിന് പ്രൈസ് വരുന്നത് 280 റുപ്പീസാണ്. അടുത്തത് ഒരു അലോക്കേഷ്യയാണ്. ഇതിനും 280 റുപ്പീസ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള, അതിൻ്റെ ലൈൻസൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് ഈ അലോക്കേഷ്യ പ്ലാന്റ്സ് എല്ലാം കൂടെ. ഇത് മൂന്നും കൂടെ കോംബോ ആയിട്ടും അവൈലബിൾ ആണ്. അടുത്തത് ഈ മെലോസ്റ്റോമയുടെ ഈ പ്ലാന്റാണ്. 70 റുപ്പീസാണ് മെലോസ്റ്റോമയുടെ പ്ലാന്റിന് പ്രൈസ് വരിക. ഡാർക്ക് പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉള്ളതാണ്. ലൈറ്റ് പർപ്പിളുള്ള പ്ലാന്റും ഉണ്ട്. പക്ഷേ ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് അറിയത്തില്ല. ഇലകളും ബഡിൻ്റെ കളറും എല്ലാം ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. പൂത്ത മാത്രമേ അറിയാൻ പറ്റൂ. പൂത്ത കളറെല്ലാം തന്നെ ഡാർക്ക് പർപ്പിളാണ്. അടുത്തത് ഈ അഡീനിയമാണ്. ഈ ഒരു അഡീനിയം മാത്രമാണ് ഈ കളർ. സെയിം പ്ലാന്റ്, സെയിം സൈസ്, സെയിം ഫ്ലവർ ഉള്ള പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. 290 റുപ്പീസാണ് ഈ അഡീനിയത്തിന് പ്രൈസ് വരിക. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ്. ലൈറ്റ് പിങ്ക് കളറിലെ. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഡയമണ്ട് പിങ്ക്. ഇതിൻ്റെ പേരുകൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇതും സെയിലിനായിട്ടുണ്ട്. 210 റുപ്പീസാണ് അതിന് വില. അടുത്തത് ഈ പീച്ച് പനാമയാണ്. പിങ്കാന്നോ പീച്ചാന്നോ എന്നറിയത്തില്ല. 400 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക ഈ പനാമയ്ക്ക്. മദർ പ്ലാന്റ് തന്നെയാണ്, ചെറിയ പ്ലാന്റ് ഒന്നുമല്ല. അടുത്തത് റെഡ് സ്റ്റാർ ഡസ്റ്റ് ആണ്. 300 റുപ്പീസാണ് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ മദർ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ല റെഡ് കളറായ പ്ലാന്റ് തന്നെയാണ്. നടുക്കൂടെ വെയിലിൻ്റെ, സൺലൈറ്റിൻ്റെ ഇത് വരുമ്പോഴാണെന്ന് തോന്നുന്നു റെഡ് കളർ കൂടുതൽ വരിക. അടുത്തത് ഈ കാണുന്ന ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഈ പ്ലാന്റാണ്. 100 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഈ പ്ലാന്റിന്. റെഡ് ലിപ്സ്റ്റിക്ക് കഴിഞ്ഞാൽ ഉള്ള അടുത്ത വരുന്ന പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന ഓറഞ്ച് പ്രിൻസസ് എന്ന ഫിലോഡെൻഡ്രോണിൻ്റെ ജിഫി സൈസ് പ്ലാന്റാണ്. ഇതിന് 100 രൂപയാണ് പ്രൈസ് വരിക. 100 റുപ്പീസ്. അടുത്തത് ഈ ചൈന റെഡിൻ്റെ ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് 200
20 റുപ്പീസാണ്. 220 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. ഈ പ്ലാന്റിന് 3 സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതാണ് അതിൽ ചെറിയ പ്ലാന്റ് വരിക. ഇതിന് പ്രൈസ് വരുന്നത് 180 റുപ്പീസാണ്. നേരത്തെ കാണിച്ചത് വലിയ പ്ലാന്റാണ്. ഗ്രീൻ കളറൊക്കെ പൂർണ്ണമായിട്ടും അതിൻ്റെ മാറിയില്ല. ഇതിന് 180 റുപ്പീസ്, അതിൻ്റെ ചെറുതാണ്. അതിൽ ചെറിയ പ്ലാന്റാണ് ഇത്. ഇതിന് പ്രൈസ് വരുന്നത് 130 റുപ്പീസ്. ചൈന റെഡ്, ഓസ്പീഷ്യസ് പിങ്ക്, അങ്ങനെ പല പല പേര് പറയുന്ന കേൾക്കാം. ഈ പ്ലാന്റിന് 3 സൈസ് അവൈലബിൾ ആണ്. അടുത്തത് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഈ സൈസിൽ വരുന്ന പ്ലാന്റുകളാണ്. ഇതാണ് സൈസ് വരിക. വലിയ മദർ പ്ലാന്റ് അല്ല, അതിൽ ചെറിയ പ്ലാന്റാണ്. സീഡ്ലിങ്ങിനേക്കാളും ഇച്ചിരി കൂടെ വലിയതാണ്. അതിന് പ്രൈസ് വരിക 160 റുപ്പീസ്. അടുത്തത് ജയ്പോങ് റെഡാണ്. സൈസ് അനുസരിച്ചാണ് 200 രൂപ, 190 രൂപ അങ്ങനെ പ്രൈസ് വരും. ഇതിന് 200 രൂപയാണ് പ്രൈസ് വരിക. കുറച്ച് വലിയ പ്ലാന്റാണ്. ഇത് കുറച്ചുകൂടെ വലുതാകുമ്പോൾ 220 രൂപ, 220 റുപ്പീസാണ് പ്രൈസ് വരിക. അടുത്തത് പേൾ ഓഫ് മെല്ലോയുടെ ഈ സൈസ് വരുന്ന പ്ലാന്റാണ്. 280 രൂപ, 280 റുപ്പീസാണ് പേൾ ഓഫ് മെല്ലോയ്ക്ക് പ്രൈസ് വരിക. ഷൂട്ടൊന്നുമില്ല, സിംഗിൾ പ്ലാന്റാണ്. എബോവ് മീഡിയം സൈസ് വരുന്ന പ്ലാന്റാണ്. അടുത്തത് ബ്യൂട്ടി റെഡിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റാണ്. നല്ല കളറൊക്കെ വന്നതാണ് ബ്യൂട്ടി റെഡിൻ്റെ. ഇലകളൊക്കെ ഈ സ്ക്വയർ പോട്ടിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുതാകുന്ന പ്ലാന്റാണ്. 150 റുപ്പീസാണ് പ്രൈസ്. ഈ മനില ബ്യൂട്ടിക്ക് പ്രൈസ് വരിക 80 രൂപ മാത്രമാണ്. 80 റുപ്പീസാണ് ഈ മനില ബ്യൂട്ടി ഇത്രയും വലിയ പ്ലാന്റിന് പ്രൈസ് വരിക. വലിയ പ്ലാന്റാണ്. 80 റുപ്പീസ്. ഫുൾ പോട്ടിൻ്റെ പ്രൈസ് അല്ല പറഞ്ഞത്, സിംഗിൾ പ്ലാന്റിൻ്റെ. ആ പോട്ടിലൊരു 3 പ്ലാന്റ്സ് ഉണ്ട്. 3-ൽ 1 പ്ലാന്റിൻ്റെ പ്രൈസാണ് 80 റുപ്പീസ് പറഞ്ഞത്. അടുത്തത് എല്ലാവരും കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ആയ സൂപ്പർ വൈറ്റ് ആണ്. സൂപ്പർ വൈറ്റിൻ്റെ ഈ സൈസാണ് പ്ലാന്റ്. 180 റുപ്പീസാണ് പ്രൈസ് വരിക. സൈസ് അനുസരിച്ച് പ്രൈസ് കൂടും. 180, 200 അങ്ങനെ പ്രൈസ് വരും. നല്ല സൺലൈറ്റൊക്കെ കൊള്ളുമ്പോഴാണ് ഈ ഗ്രീൻ കളറെല്ലാം മാറി പൂർണ്ണമായിട്ടും വൈറ്റ് കളറാകുക. അതുവരെ നല്ല ഗ്രീൻ കളറ് അതിൻ്റെ അങ്ങും ഇങ്ങും ഉണ്ടായിരിക്കും. അടുത്തത് ഈ ബോൺസൽ എന്ന് പറയും, അതിൻ്റെ ഈ സിംഗിൾ പ്ലാന്റാണ്. 50 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ ബുഷിയാകുന്ന ഒരു പ്ലാന്റാണ്, സ്നേക്ക് പ്ലാന്റാണ്. അടുത്തത് ഈ ഡിഫൻ ബാച്ചയുടെ ഈ പ്ലാന്റാണ്. ഇതിനും പ്രൈസ് വരിക 50 റുപ്പീസ് മാത്രമാണ്. നല്ല ഗ്രീനും വൈറ്റും കളറൊക്കെ വരുന്നതാണ്. പെട്ടെന്ന് വലുതാകുന്ന പ്ലാന്റ് തന്നെയാണ്. മഗ്ലോണിമയുടെ ഒക്കെ കൂടെ വെച്ചിരുന്ന തിരിച്ചറിയത്തില്ല, രണ്ടും ഒരേ തരം പ്ലാന്റ് ആണെന്ന് തോന്നും. ഇതിൻ്റെയും പ്രൈസ് 50 റുപ്പീസ് മാത്രമാണ്. അടുത്തത് ഈ പിങ്ക് ഡാൽമേഷനാണ്. പിങ്ക് ഡാൽമേഷൻ്റെ ഈ സൈസ് പ്ലാന്റാണ്. പക്ഷേ പിങ്ക് വൈറ്റ് കളർ ഇരിക്കുന്നതേ ഉള്ളൂ, അധികം പിങ്ക് കളർ ആയിട്ടില്ലാത്ത ഈ പ്ലാന്റാണ്. 180 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എൻഡിലാണ് പറയാൻ പറ്റിയത്, വീഡിയോയുടെ എൻഡിൽ. കഴിഞ്ഞ വീഡിയോയുടെ വിന്നറിനെയും ഈ വീഡിയോയിലെ വിന്നറിനെയും രണ്ടും അടുത്ത വീഡിയോയിലാണ് അനൗൺസ് ചെയ്യുക. ഈ കാണുന്ന സാഫ് ഫംഗിസൈഡാണ്. ആദ്യത്തെ 3 പർച്ചേസ് ആൾക്കാർക്ക്, 3 പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 റുപ്പീസിന് എബോവ് പർച്ചേസ് ചെയ്യുന്ന 3 പേർക്ക്, ആദ്യത്തെ 3 പേർക്ക് ആ ഫംഗിസൈഡ് ഫ്രീ ആയിട്ട് അവരുടെ പ്ലാന്റ്സിനൊപ്പം അയച്ചു കൊടുക്കുന്നതാണ്. അടുത്തത് വിദൂരി, ആദ്യം കാണിച്ച വിദൂരിയുടെ എബോവ് സീഡ്ലിങ്സ് ഐസ് വരുന്ന പ്ലാന്റ് എൻ്റെ ഈ വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പ് സ്റ്റാറ്റസായിട്ട് വെച്ചിട്ട് മാക്സിമം ഷെയർ ചെയ്യുകയും പിന്നെ അവർക്ക് കിട്ടുന്ന ലൈക്കിൻ്റെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളിനാണ് ആ വിദൂരി കിട്ടുക ഫ്രീ ആയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.